മഹാഭാരതം ഇതിഹാസ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കാമ്മിക വനത്തിൽ നിന്നും ഏകചക്രയിലെത്തിയ പാണ്ഡവരും കുന്തിയും ഒരു ബ്രാഹ്മണ ഗൃഹത്തിലാണ് താമസിച്ചത്. ഭക്ഷണത്തിനായി അവർ ഭിക്ഷയെടുത്തു. ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിച്ചു വരവേ ഭീമൻ ബകൻ എന്ന രാക്ഷസനെ കൊന്നു. ഏകചക്രയിൽ സമാധാന അന്തരീക്ഷം നിലവിൽ വന്നു. ഒരിടത്ത് സ്ഥിരമായി ഒളിച്ചു താമസിക്കുന്നത് നല്ലതല്ലെന്ന് കുന്തി പറഞ്ഞതനുസരിച്ചും വ്യാസമുനി പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞത് അനുസരിച്ചും പാണ്ഡവരും കുന്തിയും ഏകചക്രയോട് യാത്ര പറഞ്ഞ് പാഞ്ചാല ദേശത്തേക്ക് യാത്രയായി. അവർ നിരപ്പുള്ള പ്രദേശം നോക്കി നടത്ത തുടർന്നു. പകൽ നടന്നു. അവർ ഗംഗാതീരത്തുള്ള ശിവതീർത്ഥ സ്ഥാനത്തെത്തി. രാത്രിയിലെ യാത്രയ്ക്ക് വെളിച്ചം കിട്ടുന്നതിനായി അർജുനൻ തീക്കൊള്ളി വീശിക്കൊണ്ടാണ് നടന്നത്. ഗംഗാതീരത്തുകൂടി അവർ പോകുമ്പോൾ അഹങ്കാരിയായ ഒരു ഗന്ധർവൻ അനേകം ഗന്ധർവ സ്ത്രീകളൊത്ത് ഗംഗാജലത്തിൽ കളിച്ചുല്ലസിക്കുകയായിരുന്നു. ആ സമയത്തുള്ള പാണ്ഡവരുടെ വരവ് ഗന്ധർവന് പിടിച്ചില്ല. അവൻ കോപിഷ്ഠനായി അവരുടെ നേരെ വെല്ലുവിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വില്ലു വളച്ചു പിടിച്ച് ആക്രോശിച്ചു. സന്ധ്യാസമയത്ത് യാത്ര ചെയ്യരുതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യക്ഷഗന്ധർവന്മാരുടെ സമയമാണിത്. അത് കഴിഞ്ഞേ മനുഷ്യർക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ. സമയം തെറ്റിച്ചു വന്ന നിങ്ങളെ ഞാനൊന്ന് കൊല്ലും. ഞാൻ ഈ ഗംഗയിൽ ഉള്ള വിവരം നിങ്ങൾ അറിയാഞ്ഞതെന്ത്? കുബേരന്റെ ചങ്ങാതിയായ അങ്കാരപർണൻ എന്ന ഗന്ധർവനാണ് ഞാൻ താമസിക്കുന്ന ഈ കാട് അങ്കാരവർണം ആണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആരും വരാൻ ധൈര്യം കാണിക്കില്ല. നിങ്ങൾ വന്നതിൻ്റെ കാരണം വേഗം പറയൂ. ഗന്ധർവന്റെ വാക്കുകൾ കേട്ട് ചൊടിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു. സമുദ്രം, ഹിമാലയം, ഗംഗാനദി, ഇവിടെയൊക്കെ പ്രവേശിക്കാൻ സമയവും കാലവും നോക്കാൻ പറയാൻ ആർക്കാണ് അധികാരം? സമയം നോക്കാതെ ആർക്കും ഗംഗയിൽ പ്രവേശിക്കാം. ഞങ്ങൾ നിന്നോടെതിർക്കുവാൻ ശക്തിയുള്ളവരാണ്. എടാ, നിന്നെ പേടിക്കുന്നത് വല്ല പേടിച്ചിരണ്ട മനുഷ്യരായിരിക്കും. സാക്ഷാൽ വ്യാസമുനി പറഞ്ഞിട്ടുണ്ട്, ഈ ഗംഗ ആരുടെയും സ്വന്തമല്ല, ഇത് സർവരുടെയും പാപനാശിനിയാണ്. അങ്ങനെയുള്ള ഗംഗയെ തടുക്കാൻ നിനക്കെന്തധികാരം? നിന്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പേടിച്ചോടുമെന്നാണോ നിന്റെ വിചാരം? കോപിഷ്ഠനായ അങ്കാരവർണൻ അവർക്ക് നേരെ ശരങ്ങൾ അയച്ചു. അത് തടുത്തു കളഞ്ഞ അർജുനൻ കോപത്തോടെ വിളിച്ചു പറഞ്ഞു. എടാ ഗന്ധർവ, ഈ പേടിപ്പെടുത്തൽ ആയുധവിദ്യ അറിയാത്തവരോട് മതി. അർജുനൻ ആഗ്നേയാസ്ത്രം തൊടുത്തുകൊണ്ട് പറഞ്ഞു. എടാ, ഈ ആഗ്നേയം ബൃഹസ്പതി ഭരദ്വാജന് കൊടുത്തു. ഭരദ്വാജൻ അഗ്നിവേശമുനിക്ക് കൊടുത്തു. അദ്ദേഹം എൻ്റെ ഗുരുവായ ദ്രോണന് കൊടുത്തു. എൻ്റെ ഗുരു എനിക്ക് തന്നതുമാണ് എന്ന് പറഞ്ഞ് അസ്ത്രം അയച്ചു. ആ അസ്ത്രം കൊണ്ട് ഗന്ധർവന്റെ രഥം ചൊട്ട് ചാമ്പലായി. തേരിൽ നിന്നും തലകുത്തി വീണ ഗന്ധർവന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അർജുനൻ യുധിഷ്ഠിരന്റെ മുമ്പിലേക്കിട്ടു. അപ്പോൾ അവന്റെ ഭാര്യ ഖുംഭീനസി നിലവിളിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ഹേ വീര, എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യല്ലേ, അദ്ദേഹത്തെ വിട്ടയക്കണേ. അപ്പോൾ യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു. അർജുന, സ്ത്രീകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ഭീരുവിനെ വെറുതെ വിട്ടേക്കൂ. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഹേ ഗന്ധർവ, നീ ദുഃഖിക്കേണ്ട, പൊയ്ക്കോളൂ.
കുരുവംശ രാജാവായ യുധിഷ്ഠിരൻ നിനക്ക് അഭയം നൽകിയിരിക്കുന്നു. ലജ്ജിതനായി നിൽക്കുന്ന അങ്കാരവർണ്ണൻ പറഞ്ഞു, ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന പാർത്ഥന്മാരോട് ചേർന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. തപസ് കൊണ്ട് ഞാൻ സമ്പാദിച്ച ചിത്രരഥമാണ് അങ്ങ് തകർത്ത് കളഞ്ഞത്. എൻ്റെ പ്രാണദാനം ചെയ്തത് അങ്ങാണ്. ഞാൻ അതിനായി അങ്ങേക്ക് ചാക്ഷുഷി എന്ന മന്ത്രവിദ്യ പറഞ്ഞു തരാം. ആ വിദ്യ മനു സോമന് കൊടുത്തു, സോമൻ വിശ്വവസ്തുവിന് കൊടുത്തു, വിശ്വവസ്തു എനിക്ക് തന്നു. ആ വിദ്യയാണ് ഞാൻ ഭവാന് തരാൻ ഉദ്ദേശിക്കുന്നത്. ചാക്ഷുസ് കൊണ്ട് ത്രിലോകത്തിലും എന്ത് കാണാൻ വിചാരിക്കുന്നുവോ അത് കാണാൻ സാധിക്കും. 6 മാസം ഒറ്റക്കാലിൽ നിന്നിട്ടു വേണം വിദ്യ സ്വന്തമാക്കാൻ. നിന്റെ വ്രതം കഴിഞ്ഞ് ഞാനത് ഉപദേശിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ദേവതുല്യനാകും. ഞാൻ അങ്ങയ്ക്കും സഹോദരങ്ങൾ ഓരോരുത്തർക്കും ഗന്ധർവ രാജ്യത്തുണ്ടായ 100 കുതിരകളെ വീതം തന്നുകൊള്ളാം. അർജുനൻ പറഞ്ഞു, പ്രാണസംശയം വരുന്ന സന്ദർഭത്തിൽ അതു നൽകിയാൽ മതി, ഇപ്പോൾ വേണ്ട. ധനം, വിദ്യ, വിത്തം, ശാസ്ത്രം എന്നിവ സ്വീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗന്ധർവൻ പറഞ്ഞു, ഭവാൻ എൻ്റെ പ്രാണൻ തന്നതിന് പകരമാണ് ഞാൻ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞത്. സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ വിദ്യ തരുന്നത്. പകരം അങ്ങയുടെ ആഗ്നേയാസ്ത്രം എനിക്ക് തന്നാൽ മതി. അർജുനൻ പറഞ്ഞു, അങ്ങയ്ക്ക് ആഗ്നേയം നൽകി ഞാൻ അശ്വത്ഥയെ വാങ്ങാം. സ്നേഹം എന്നും നിലനിൽക്കട്ടെ. ഗന്ധർവന്മാരെ ജയിക്കാനുള്ള വിദ്യ പറഞ്ഞു തന്നാലും. പിന്നെ ഒരു സംശയം, പലരും ഈ വഴി നടന്നു പോയെങ്കിലും അവരെയൊന്നും താങ്കൾ ആക്രമിച്ചില്ല. ഞങ്ങളെ ആക്രമിക്കാൻ എന്താണ് കാരണം? ഗന്ധർവൻ പറഞ്ഞു, ഒരു പുരോഹിതൻ മുമ്പേ നയിക്കാതെ പോകുന്നവരാണ് നിങ്ങളതെന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, കുരുവംശത്തിന്റെ മഹത്വവും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സൗഹൃദവും സ്ഥാപിക്കണമെന്ന് തോന്നി. പിന്നെ പാർത്ഥ, അങ്ങ് ബ്രഹ്മചാര വ്രതമുള്ളവനാണ്. അതുകൊണ്ടാണ് എന്നെ ജയിക്കാൻ കഴിഞ്ഞത്. തപതിപുത്ര, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു പുരോഹിതൻ കൂടിയേ തീരൂ. അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഹേ ഗന്ധർവ, ഞങ്ങൾക്ക് ഗുരുതുല്യനാകാൻ പ്രശസ്തനായ ഒരു പുരോഹിതൻ ആരുണ്ട്? അപ്പോൾ ഗന്ധർവൻ പുഞ്ചിരിയോട് പറഞ്ഞു, ഈ വനത്തിൽ ദേവലന്റെ അനുജനായ ധൗമ്യൻ എന്ന മഹാനായ ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഉൽക്കോച തീർത്ഥത്തിലുണ്ട്. അവിടെ പോയി നിങ്ങൾ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുക. ഗന്ധർവന്റെ വാക്കുകൾ കേട്ടപ്പോൾ പാണ്ഡവർക്ക് സന്തോഷമായി. അർജുനൻ ഗന്ധർവന് ആഗ്നേയാസ്ത്രവിദ്യ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അർജുനൻ പറഞ്ഞു, ഹേ ഗന്ധർവ, താങ്കൾ തരാമെന്ന് പറഞ്ഞ ദിവ്യങ്ങളായ കുതിരകളെല്ലാം ഭവാന്റെ അടുത്തു തന്നെ നിൽക്കട്ടെ. സമയമാകുമ്പോൾ ഞാൻ ആവശ്യപ്പെടാം. അപ്പോൾ തന്നാൽ മതി. മംഗളം ഭവിക്കട്ടെ. പിന്നീട് പാണ്ഡവർ ഉൽക്കോച തീർത്ഥത്തിൽ ചെന്ന് ധൗമ്യമുനിയെ കണ്ടു. ധൗമ്യൻ അവരെ സ്വീകരിച്ചിരുത്തി കുശല സംഭാഷണങ്ങൾ നടത്തി. അങ്ങ് ഞങ്ങളുടെ ഗുരുവാകണമെന്ന് പാണ്ഡവർ അപേക്ഷിച്ചു. ധൗമ്യമുനി അവരുടെ അപേക്ഷ സ്വീകരിച്ചു. ധൗമ്യന്റെ അനുഗ്രഹം സ്വീകരിച്ച് ധൗമ്യനോടൊത്ത് പാണ്ഡവരും കുന്തിയും പാഞ്ചാല രാജ്യത്തേക്ക് യാത്രയായി. അവർ പാഞ്ചാല ദേശത്തെത്തിയപ്പോൾ വഴിപോക്കരായ ചില ബ്രാഹ്മണർ അവരോട് പറഞ്ഞു, ഞങ്ങൾ യാജ്ഞസേനന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരിയായ ഒരു മകളെ ലഭിച്ചു. കൃഷ്ണ എന്നാണ് അവളുടെ പേര്. കൂടാതെ
ദ്രോണന്റെ ശത്രുവായി അമ്പും വില്ലും ചട്ടയോടും കൂടി ഒരു പുത്രനും പിറന്നു, ദൃഷ്ടദ്യുമ്നൻ. കൃഷ്ണയുടെ സ്വയംവരമാണ്, നിങ്ങളും പോരുക. ധാരാളം സമ്മാനങ്ങൾ കിട്ടും. ഒരുപക്ഷേ സുന്ദരന്മാരായ നിങ്ങളെ കണ്ടാൽ ഒരുപക്ഷേ കുമാരി നിങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കാതിരിക്കില്ല. ഇതു കേട്ട് ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവരും അവരുടെ സംഘത്തിൽ ചേർന്നു. വഴിക്ക് വെച്ച് വ്യാസമുനി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെ അനുഗ്രഹിച്ചിട്ട് വ്യാസൻ മറഞ്ഞു. പാഞ്ചാല ദേശത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ച് അവർ പാഞ്ചാല നഗരിയിൽ എത്തി. പിന്നീട് അവർ ഒരു മൺപാത്രശാലയിൽ എത്തി. അവരുമായി സംസാരിച്ചതിന് ശേഷം കുശവന്റെ ശാലയിൽ താമസം തുടങ്ങി. അവിടെ ഭിക്ഷയെടുത്ത് താമസിച്ചു തുടങ്ങി. രാജ്യത്ത് യാജ്ഞസേനിയുടെ വിവാഹ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അർജുനനെ കൃഷ്ണയെ കൊടുക്കണം എന്നാണ് ദ്രുപദ രാജാവിൻ്റെ ആഗ്രഹം. പക്ഷേ അവർ എവിടെയാണെന്ന് അറിയാത്തതിനാൽ അവരെ കണ്ടുപിടിക്കാനായി സ്വയംവരം ഒരു മത്സര രൂപത്തിൽ നടത്താൻ രാജാവ് തീരുമാനിച്ചു. ആകാശത്തിൽ നിൽക്കുന്ന കൃത്രിമമായ ഒരു യന്ത്രവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രത്തിൽ ലക്ഷ്യം ഭേദിക്കേണ്ട വസ്തുവും വെപ്പിച്ചു. ഈ വില്ലിൽ ഞാൻ കെട്ടി മുറുക്കി അമ്പുകൾ കൊണ്ട് യന്ത്രത്തെ സ്പർശിക്കാതെ ലക്ഷ്യം ഭേദിക്കുന്നവന് എൻ്റെ പുത്രിയെ നൽകുന്നതാണ്. ഇതാണ് രാജാവിൻ്റെ വിളംബരം. രാജാവ് ചെയ്ത വിളംബരത്തെ അറിഞ്ഞ് നാനാദിക്കിൽ നിന്നും രാജാക്കന്മാർ വന്നു ചേർന്നു. വിവാഹം കാണാൻ മുനീന്ദ്രന്മാർ വന്നു. ഹസ്തിനാപുരിയിൽ നിന്ന് ദുര്യോധനനും ഒപ്പം കർണനും മറ്റു ചില സഹോദരങ്ങളും എത്തി. വിവിധ വർണ്ണത്തിൽ അലങ്കരിച്ച വിവാഹ മണ്ഡപം, ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷം, വന്നു ചേരുന്നവർക്ക് താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഞാനാണ് സുന്ദരൻ, ഞാൻ കൃഷ്ണയെ വരിക്കും എന്ന ഭാവത്തിലായിരുന്നു വന്നു ചേർന്ന രാജാക്കന്മാർ. ഈ സ്വയംവരം കാണാൻ ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവരും എത്തി. പാണ്ഡവർ ബ്രാഹ്മണന്മാരുടെ ഇടയിലാണ് ഇരുന്നത്. ഈ സമയത്ത് കുന്തി കുശവന്റെ കുടിലിലായിരുന്നു. വിവാഹാഘോഷം തുടങ്ങിയതിൻ്റെ 16-ാം ദിവസം മംഗളസ്നാനം കഴിഞ്ഞ് ദ്രൗപദി അണിഞ്ഞൊരുങ്ങി അലങ്കരിച്ച പൊൻപാത്രം കയ്യിലെടുത്ത് രംഗത്തേക്ക് ഇറങ്ങി വന്നു. സോമക പുരോഹിതന്മാർ മന്ത്രോച്ചാരണങ്ങളോടെ ഹോമം ആരംഭിച്ചു. പിന്നെ മംഗളഘോഷങ്ങൾ ഉയർന്നു. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ കൃഷ്ണയെ കൈക്ക് പിടിച്ചുകൊണ്ട് രംഗമധ്യത്തിൽ വന്നു. സന്നിഹിതരായ രാജാക്കന്മാരെ നോക്കി ദൃഷ്ടദ്യുമ്നൻ ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ മന്നവന്മാരെ, ഇതാ വില്ലും ലക്ഷ്യവും ബാണങ്ങളും. യന്ത്രത്തിന്റെ പഴുതിലൂടെ ഒരേ സമയത്ത് 5 ബാണങ്ങൾ ഏത് ലക്ഷ്യം ഭേദിക്കണം. ഈ അത്ഭുതകർമ്മം ആര് ചെയ്യുന്നുവോ അവർക്ക് എൻ്റെ സഹോദരി കൃഷ്ണ ഭാര്യയാകും. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം അവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരെ പറ്റി ദൃഷ്ടദ്യുമ്നൻ കൃഷ്ണയോട് പറഞ്ഞു തുടങ്ങി. കൗരവന്മാരെയും ശകുനിയെയും പരിചയപ്പെടുത്തി. അശ്വത്ഥാമാവ്, ഭോജൻ, വിരാടൻ തുടങ്ങിയ പല പ്രമുഖരെയും പരിചയപ്പെടുത്തി. മോടിയോടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുണ്ടലപ്രഭയിൽ ഇരിക്കുന്ന രാജാക്കന്മാർ. ഞാനാണ് കേമൻ എന്ന ഭാവത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കൃഷ്ണ എനിക്കുള്ളവൾ തന്നെ എന്ന ഭാവത്തിൽ പലരും ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഈ രംഗങ്ങൾ കാണാൻ ദേവന്മാർ വിമാനത്തിൽ ആകാശത്ത് വന്നു നിരന്നു. യാദവന്മാർ വെറും കാഴ്ചക്കാർ മാത്രമായാണ് ഇരുന്നത്. ബ്രാഹ്മണരുടെ ഇടയിൽ വേഷപ്രച്ഛന്നരായിരിക്കുന്ന പാണ്ഡവരെ കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. ബലരാമനോട് പാണ്ഡവർ ഇരിക്കുന്ന വിവരം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. ദ്രൗപദിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ മറ്റാരും തന്നെ പാണ്ഡവരെ തിരിച്ചറിഞ്ഞില്ല.
വേണു വീണ മൃദംഗങ്ങളുടെ മധുരസ്വരം എങ്ങും ഉയർന്നു. ഓരോരുത്തരായി വന്ന് വില്ലെടുത്ത് കുലയ്ക്കുവാൻ കിണഞ്ഞു നോക്കി. വില്ല് കുലയ്ക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ചിലർ നിലത്തു വീണു, ശൗര്യം കെട്ടു, കിരീടം താഴെ വീണു, ആഭരണങ്ങൾ കൊഴിഞ്ഞും നാണം കെട്ടും ചിലർ പിൻവാങ്ങി. പരാജയപ്പെട്ടവർ പിന്നവിടെ നിൽക്കാതെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. എന്നാൽ വില്ലാളി വീരനായ കർണൻ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് വന്ന് ഗാംഭീര്യത്തോടെ വില്ലെടുത്ത് കുലച്ച് ഊസലില്ലാതെ 5 അമ്പുകളും തൊടുത്തു. ഇവൻ ലക്ഷ്യസ്ഥാനം നേടുമെന്ന് പാണ്ഡവർ തീരുമാനിച്ചു. അമ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഉയർത്തി ഒരുങ്ങി നിൽക്കുന്ന കർണനെ നോക്കി പാഞ്ചാലി വിളിച്ചു പറഞ്ഞു, സൂതനെ ഞാൻ വരിക്കുകയില്ല. കഠോരമായ ഈ വാക്കുകൾ കേട്ട് അമർഷത്തോടും ചെറുപുഞ്ചിരിയോടും കൂടി കർണൻ സൂര്യനെ ഒന്ന് നോക്കിയിട്ട് കുലച്ച വില്ല് താഴെ വെച്ചിട്ട് തിരികെ നടന്നു. അത് കഴിഞ്ഞ് ശിശുപാലൻ വന്നു. വില്ലെടുത്ത് കൊല്ലിക്കുവാൻ ശ്രമിക്കവേ മുട്ടുകുത്തി വീണു. ജരാസന്ധനും മുട്ടുകുത്തി വീണു. നാണം കെട്ടതു കാരണം ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ ജരാസന്ധൻ നാട്ടിലേക്ക് പോയി. രാജാക്കന്മാർ പരാജയപ്പെട്ട കാരണം ജനങ്ങൾ സംഭ്രാന്തരായി. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ എഴുന്നേറ്റ് വില്ലിനടുത്തേക്ക് നടന്നു. അത് കണ്ട് ചിലർ അസ്വസ്ഥരായി. ചില ബ്രാഹ്മണർ പറഞ്ഞു, കർണൻ, ശല്യർ എന്നിവർ പരാജയപ്പെട്ടിടത്ത് ഈ ബ്രാഹ്മണൻ ചെന്ന് ബ്രാഹ്മണർക്കെല്ലാം അപമാനമുണ്ടാക്കുമോ? ഈ കർമ്മം ഇവനെ കൊണ്ട് സാധിക്കുമോ? നാം അവനെ തടുക്കണം, പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ നാണം കെടും. ചിലർ അർജുനനെ അനുകൂലിച്ചും സംസാരിച്ചു. അവരുടെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അർജുനൻ നടന്നു വന്ന് വില്ലിന് അടുത്തു ചെന്നു. വില്ലിനെ വലം വെച്ചു. കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് അർജുനൻ വില്ല് കയ്യിലെടുത്തു. 5 ശരങ്ങളും വില്ലിൽ വെച്ച് ലക്ഷ്യം ഭേദിക്കുമാർ എയ്തു. എയ്തതിൻ്റെ ഊക്കേറ്റ് ലക്ഷ്യം അറ്റ് താഴെ വീണു. ഉടനെ ആകാശത്തിൽ ഒരു മുഴക്കമുണ്ടായി. ജനമധ്യത്തിലും ഉച്ചമായ ഘോഷമുണ്ടായി. ദേവന്മാർ പാർത്ഥന്റെ ശിരസിൽ പൂക്കൾ വർഷിച്ചു. ബ്രാഹ്മണരുടെ ഇടയിൽ ഹർഷാരവം ഉണ്ടായി. ലക്ഷ്യം ഭേദിച്ചു നിൽക്കുന്ന അർജുനന്റെ അടുത്തേക്ക് ദ്രൗപദി വർണ്ണമാല്യവുമായി അടുത്തു വന്നു. അർജുനൻ അവളുടെ കരം ഗ്രഹിച്ചു. രാജാവ് തന്റെ പുത്രിയെ ഒരു ബ്രാഹ്മണന് കൊടുക്കാൻ തയ്യാറായപ്പോൾ രാജാക്കന്മാർ കോപം കൊണ്ട് ജ്വലിച്ചു. തങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാർ ദ്രുപദനു നേരെ ആയുധങ്ങളുമായി തിരിഞ്ഞു. ദ്രുപദൻ പേടിച്ചു വിറച്ച് ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവരെ ശരണം പ്രാപിച്ചു. ആയുധങ്ങളുമായി പാഞ്ഞെടുക്കുന്ന രാജാക്കന്മാർക്ക് നേരെ പാണ്ഡവന്മാർ ആയുധങ്ങളുമായി നിരന്നു നിന്നു. ഒരു മദഗജത്തെ പോലെ ഭീമൻ ഒരു മരം പിഴുതെടുത്ത് ശത്രുക്കൾക്ക് നേരെ ചുഴറ്റി നിന്നു. ഇത് കണ്ട് കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ വസുദേവ പുത്രനാണെങ്കിൽ വില്ല് കുലിച്ചു നിൽക്കുന്ന ഈ വീരൻ അർജുനൻ തന്നെയാണ്, സംശയമില്ല. മരം പിഴുതു നിൽക്കുന്നവൻ ഭീമനാണ്. സ്വർണ പ്രഭാവനായി നിൽക്കുന്നവൻ ധർമ്മപുത്രനാണ്. മറ്റു 2 പേരും മാദ്രേയന്മാരാണ്. അരക്കില്ലത്തിൽപ്പെട്ട് പാണ്ഡവർ മരിച്ചില്ലെന്നും കുന്തിയോടുകൂടി രക്ഷപ്പെട്ടെന്ന് നാം അറിഞ്ഞതും ഇപ്പോൾ സത്യമായില്ലേ? പിതൃസഹോദരിയും പുത്രന്മാരും ആപത്ത് കൂടാതെ രക്ഷപ്പെട്ടല്ലോ, നന്നായി. ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞു. സ്വയംവര മത്സരത്തിനുപയോഗിച്ച വില്ലെടുത്താണ് അർജുനൻ യുദ്ധസന്നദ്ധനായി നിന്നത്. യുദ്ധം ആരംഭിച്ചു. കർണൻ അർജുനനോട് ഏറ്റുമുട്ടി. ബ്രാഹ്മണ വേഷധാരിയുടെ അസ്ത്രപാടവം കണ്ട് കർണന് അത്ഭുതമായി. ഇന്ദ്രനല്ലാതെ മറ്റൊരാള് എന്നോട് എതിർക്കുവാൻ ശക്തനല്ല, പിന്നെയുള്ളത് അർജുനൻ മാത്രമാണ്. അതു കേട്ട് ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ പറഞ്ഞു,
ഹേ കർണ, യുദ്ധം ശീലിച്ച ഒരു വിപ്രനാണ് ഞാൻ, ഒരു യുദ്ധവീരനാണ്. ബ്രാഹ്മണൻ അജയ്യ തേജസ്സാണെന്ന് മനസ്സിൽ വിചാരിച്ച് കർണൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അതേസമയം ശല്യനും ഭീമനും തമ്മിൽ ഉഗ്രമായി പൊരുതി. ഭീമൻ ശല്യരെ എടുത്തെറിഞ്ഞു. ശല്യർ വീണത് കണ്ട് കർണൻ പിന്മാറിയത് കണ്ട് മറ്റു രാജാക്കന്മാർ ശങ്കിച്ചു നിന്നു. ഈ ബ്രാഹ്മണർ ആരാണെന്ന ചോദ്യമുയർന്നു. അപ്പോൾ കൃഷ്ണൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇത് കുന്തിപുത്രന്മാരാണ്. കൃഷ്ണ ഈ ബ്രാഹ്മണ യുവാവിനുള്ളതാണ്. അത് കേട്ട് കോപം നിയന്ത്രിച്ച് രാജാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി. ദ്രൗപദിയെ കൊണ്ട് വിപ്രന്മാരായ പാണ്ഡവർ യാത്രയായി. മക്കൾ ഭിക്ഷ കഴിഞ്ഞു വരേണ്ട സമയം അതിക്രമിച്ചു. കുന്തിക്ക് ആധിയായി. ധാർത്തരാഷ്ട്രന്മാർ തന്റെ മക്കളെ തിരിച്ചറിഞ്ഞു, അവരെ കൊന്നുകളഞ്ഞു എന്നൊക്കെയുള്ള ചിന്തയായി. രാത്രി വൈകിയിട്ടും കുന്തി ഉറങ്ങാതെ മക്കളെ കാത്തിരുന്നു. പാണ്ഡവർ കുശവക്കുടിലിൽ അമ്മയുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടി. കുന്തി അകത്തിരുന്ന് ഭിക്ഷയെന്തെന്ന് നോക്കാതെ പറഞ്ഞു, എല്ലാവരും ചേർന്ന് അനുഭവിച്ചു കൊള്ളുക. അതിനുശേഷമാണ് അകത്തേക്ക് വരുന്ന സുന്ദരിയായ പാഞ്ചാലിയെ കുന്തി കാണുന്നത്.